ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഓണാണ്. അപ്പോൾ ഞാനിവിടെ ഇതുവരെ സദ്യ കഴിച്ചിട്ടില്ല. കാരണം ഇന്ന് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞപ്പോൾ സമയം കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു വർക്ക് ഫ്രം ഹോം ആയിരുന്നു. പിന്നെ ബ്രേക്കിൻ്റെ ഇടയിലൊക്കെ സദ്യ കഴിച്ചിട്ട് പെട്ടെന്ന് കഴിക്കേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് പതുക്കെ സമയം എടുത്തിട്ട് സദ്യ കഴിക്കാന്ന്. ഇവിടെ ഒരു സമയം ഇപ്പൊ ഒരു 6 മണിയായിട്ടുണ്ട്. സൺഡേ നൈറ്റ് 6 മണി എന്ന് വെച്ചാൽ ഓണം ഇപ്പൊ കഴിയാറായി. അപ്പൊ ഡിന്നറായിട്ടാണ് ഞാൻ ഓണസദ്യ കഴിക്കണേ എന്നുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ വട്ടത്തെ ഓണത്തിനുള്ളത്. തലേദിവസം തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ജസ്റ്റ് പായസം പപ്പടം മാത്രമാണ് ഉണ്ടാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ഇന്നലെ തന്നെ സെറ്റാക്കി ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു പണി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകാൻ, ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ കുറച്ച് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ഫ്ലാഷ് ബാക്ക് കണ്ടിട്ട് വാ. ഓണത്തിന്റെ തലേദിവസമാണ് നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങണേ. അപ്പൊ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ലാപ്ടോപ്പൊക്കെ അടച്ചു വെച്ച് നമ്മുടെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പായി. നമുക്കിന്ന് കുറച്ചധികം സാധനങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അധികം സാധനങ്ങൾ ഒരേ ദിവസം ഉണ്ടാക്കണം. അപ്പോൾ എന്താവുമെന്ന് എനിക്കും അറിയില്ല. ഞാൻ പച്ചക്കറികളൊക്കെ കുറച്ച് മുന്നേ തന്നെ അരിഞ്ഞു വെച്ചുകൊണ്ട് പെട്ടെന്ന് കറികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ചേച്ചി ഉണ്ടായിരുന്നു അടുക്കളയിൽ. ചേച്ചി അവിടെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കായിരുന്നു. ചേച്ചി ആദ്യമായിട്ടാണ് ഒരു കേരള ഡിഷ് ഉണ്ടാക്കണേ. അപ്പോൾ ചേച്ചി അത് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഉണ്ടാക്കിക്കോ. അപ്പൊ നമ്മുടെ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചതാണ് അത് കാണണം. ഇനി ഞാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഇഞ്ചിത്തൈരാണ്. അപ്പൊ ഇഞ്ചിത്തൈര് ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് അതിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് വെച്ചു. അപ്പൊ യൂട്യൂബിൽ കണ്ട ഇഞ്ചിത്തൈരിന്റെ റെസിപ്പി അതേപടി കോപ്പി അടിച്ച് ഞാനിവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ബീട്രൂട്ട് കിച്ചടിയും ഒരുവിധം ആയി കഴിഞ്ഞു. വീട്ടില് അച്ഛനും അമ്മയും ഓണസദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ പരിസരത്ത് പോലും പോവാറില്ല. അപ്പോ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഇഞ്ചിത്തൈര് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണ. ഇഞ്ചിത്തൈരൊന്നും നമ്മള് യൂഷ്വലായിട്ട് ഉണ്ടാക്കണ കറികളല്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നമുക്ക് ആ ഓണത്തിൻ്റെതായ വൈബൊക്കെ ചെറുതായിട്ട് ഇപ്പൊ കിട്ടി തുടങ്ങുന്നുണ്ട്. It's your first time making banana chips, right? Yes. I'm becoming a complete Malayali. Yeah. Wow. Taste Homemade banana chips. fresh. You taste it first because you made it. That's not fair, no? Not Good. bad. Yummy, yummy. നമ്മൾ കുറച്ചുണ്ടാക്കുന്നുള്ളൂ. മീൻസ് ആകെ 2 പേർക്കല്ലേ വേണ്ടോ. ഹാപ്പി? Very happy. Seeing I'm the waiting banana. for the adda paisa. പാലട. Palada, sorry. അങ്ങനെ കായ വറുത്തത് ഉണ്ടാക്കിയതിന് ശേഷം പതുക്കെ ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരുന്നു. ക്യാബേജ് റെഡിയായി, സാമ്പാർ റെഡിയായി. അതിനുശേഷം ഇഞ്ചമ്പുളി ഉണ്ടാക്കി. ഇഞ്ചമ്പുളി ഉണ്ടാക്കാനാണ് കുറച്ച് സമയം എടുത്തത്. ഇഞ്ചമ്പുളിയൊക്കെ നന്നായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം കാളൻ ഇവിടെ റെഡിയായി. ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ മാറി പുറത്തു പോയി നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ശർക്കര വരട്ടിയുടെ ഒക്കെ വില മനസ്സിലാവണേ. നല്ല തീ പിടിച്ച വിലയാണ് ശർക്കര വരട്ടിക്ക്. ഞാനതിനെ ചക്കുടുപ്പേരി എന്നാണ് പറയാ. എത്ര പേര് അങ്ങനെ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ച് റെസിപ്പി പ്രകാരം ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം അത് അവസാനിക്കാറായപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച രൂപത്തിലും ഭാവത്തിലും ഒന്നല്ല അത് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം കുഴപ്പമില്ല, ഞാനത് പ്ലേറ്റിലൊക്കെ അലങ്കരിച്ച് ഒരുവിധം എല്ലാ കറികളും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ലേറ്റായിട്ട് തുടങ്ങിയ ഞാൻ കുറച്ച് മുന്നൊക്കെ കുറച്ചൊക്കെ തയ്യാറാക്കി വെക്കേണ്ടതായിരുന്നു. ഞാൻ പിന്നെ എല്ലാം ലാസ്റ്റ് മിനിറ്റിക്ക് വെച്ച് ലാസ്റ്റ് ഇപ്പോഴാണ് കഴിഞ്ഞത്. എൻ്റെ പിന്നെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ ഇത്രയധികം സാധനങ്ങൾ ഉണ്ടാക്കണോണ്ട് കുറച്ച് സമയം എടുത്തു. പിന്നെ ചിലതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണ, അപ്പോൾ അതിൻ്റെ ഒരു സമയം കൂടുതൽ എടുത്തു. ഇപ്പൊ സമയം ഇവിടെ 1:48. ഇനി കിച്ചൺ കിടക്കണ കണ്ടാലുണ്ടല്ലോ, കിച്ചൺ ഫുള്ള് വൃത്തിയാക്കണം. ഇതാണ് ഏറ്റവും വലിയ പണി. സാമ്പാർ വെച്ചു, ക്യാബേജ് തോരൻ വെച്ചു, പിന്നെ ചേച്ചി ബീട്രൂട്ട് കിച്ചടി
ബീട്രൂട്ട് കിച്ചടി വെച്ചു, പിന്നെ കായും പയറുപ്പേരി വെച്ചു, ഇഞ്ചമ്പുളി വെച്ചു, ഇഞ്ചി തൈര് വെച്ചു, കാളം വെച്ചു, ഇത്ര സാധനങ്ങൾ വെച്ചു. ഇനി നാളെ ഞാൻ പായസവും പപ്പടവും നാളെ ഉണ്ടാക്കുള്ളൂ. അച്ചാറും കൂടി ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷെ സമയം കിട്ടുമെന്ന് അറിയില്ല. നോക്കാം, നാളെ വർക്കുണ്ട്. ഇതാണ് നമ്മുടെ തയ്യാറായിരിക്കുന്ന കറികൾ: കാളൻ, ക്യാബേജ് തോരൻ, ബീട്രൂട്ട് കിച്ചടി. പിന്നെ ഞാൻ ശർക്കര വരട്ടി ഉണ്ടാക്കിയത്, അതൊക്കെ ഇങ്ങനെ ഇരിക്കണം. കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാവും നോക്കണം. ഇഞ്ചമ്പുളി, പിന്നെ ഇത് കായും പയറും ഉപ്പേരി, പിന്നെ ഇത് ഇഞ്ചിത്തൈര്, പിന്നെ ഇത് നമ്മുടെ സാമ്പാർ. ഇതൊക്കെയാണ് വെച്ച സംഭവങ്ങൾ. ഇത് വെച്ചതിൻ്റെ അനന്തര ഫലമായിട്ട് അടുക്കള കണ്ടിട്ടാണ് എൻ്റെ ബോധം കിടന്നത്. അയ്യോ, കാണിച്ചു തരാം. നോക്ക് ഗൈസ്, നോക്ക് എൻ്റെ പൊന്നോ, ഇതാണ് അടുക്കളയുടെ കോലം. ഇതപ്പം ഞാൻ പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഞാൻ അടുക്കളയ്ക്ക് വൃത്തിയാക്കി, ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കേണ്ടതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ പുറത്ത് എടുത്ത് വയ്ക്കേണ്ടതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കാളനൊക്കെ പുറത്ത് വെച്ചാലേ ടേസ്റ്റ് കൂടുള്ളൂ. ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ചീത്തയാവില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുക്കള വൃത്തിയാക്കിയത് കാണിച്ചു തരാം. അടുക്കളയൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ എൻ്റെ കലാപരിപാടികൾ ഇത് കണ്ടതല്ലേ, വൃത്തിയാക്കി എടുത്തപ്പോൾ ഇതിങ്ങനെ കിടക്കുക അടുക്കള. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അടുക്കള എത്ര വൃത്തികേടാക്കാൻ പറ്റുമോ ഞാൻ അത്രയും വൃത്തികേടാക്കും. അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യും. ഇങ്ങനെ അതിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. കുക്ക് ചെയ്യാൻ പോലും ഇത്രയും സമയം എടുക്കില്ല. അപ്പം ഞാൻ പോയി ഉറങ്ങട്ടെ. ഇപ്പോൾ ഇവിടെ സമയം രാത്രിയല്ല, പുലർച്ച, ഞായറാഴ്ച പുലർച്ച 3:30 ഓണായി. പക്ഷെ ഞാനിപ്പോൾ ഹാപ്പി ആണെന്ന് ആരോടും പറയണില്ല. അപ്പം നമുക്ക് ഇനി നാളെ രാവിലെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഹേ ശ്രുതി ചേച്ചി. ഞങ്ങളപ്പോ എല്ലാം ഇലയില് വെച്ച് ഫുഡ് കഴിക്കാൻ പോവാ. ഇല കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഇത്ര അധികം ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഉണ്ടാക്കി വന്നപ്പോ ഇത്രയ്ക്കായി. പക്ഷെ ഇല ഇങ്ങനെ നിറഞ്ഞിരിക്കണ കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം. The leaf is full with curries, right? Yeah. So, yeah. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ കഴിക്കട്ടെ. അപ്പൊ Do you suggest I start with? First one, what is this called? ഇഞ്ചമ്പുളി. Inchampuli. Oh my god, it looks super yummy. Did you have this? No, I've never had this before. Karnataka? No. This is what, Swedish pickle, no? Kind of like tamarind and then ginger This is kind and of jaggery. I can get the tamarind and jaggery like evident, and the what is the sharpness of the ginger? Yeah. It's crazy. Nice. So for Pass. 10 out of 10, it's 9.5. 9.5. Okay. Actually 10. I would say 10. Okay. I can eat a whole bottle of it. Next, which one do you want me to eat? Then this one, the inji thairi. Inji thairi. Yeah. Can inji be good in sweet as well as curd? This was also 10 out of 10. Bang on. Flavor bang on. Okay. Then Next, which one do you want? cabbage. Cabbage thoran? Yeah. It's not fair, like I'm not getting any critic point to tell you. No, you need to be honest. Like, You're very much honest. It's good. Good? It's good. Okay. I Out like of 10? This I'll give 9.5 because 9.5. of turmeric. Little more turmeric for me, but otherwise, flavor-wise, no complaint. So this one is like 9.5. 9.5. Oh, sad.
I'm being very strict, you know. Then this one, the what do you call it? It's called Kayam Payarum Upperi in our place. Upperi. Yeah. This is really good. So I will give it 10.5. And No, actually, this one I'll give it 10.5. Oh, ഞാനിത് പഴം ഉണ്ടായിരുന്നല്ലോ, ഞാൻ കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ അതിന്റെ തൊലി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ തൊലിയും പിന്നെ പയറും വെച്ചിട്ടാണ് ഈ ഉപ്പേരി ഉണ്ടാക്കിയത്. ശരിക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണേ. The next one is കാളൻ. This one? Oh yeah. I think we should have Onam more in a year, no? Not just once in a year. It's really good. Okay, next thing, the beetroot made by Sruthi Chichi. No, I can't give. I'm not going to Oh, give yeah, a I rating. will You give give a that. rating now. It's actually really good. Really? I will say this is like the worst among all so far. Because she made it, she will No. say like No, worst, trust right? me, the But it has, flavor but wise, it is the thing good. is that our curd is like not that Fully, no? fully, right? So that's the only drawback, but it's like good, really good. Yeah, we almost tasted everything. right? Everything done, no? Yeah. Okay, guys, so Sruthi Chechi give me like, 10.5 out of 10. oh wow, I want more Onam celebration like this. I'm so happy. I am so happy. My tummy is going to be like super happy now. What is the word for like really good in Kannada? ಸಕ್ಕತ್ತಾಗಿದೆ ಮಾತ್ರ. What? ಸಕ್ಕತ್ತಾಗಿದೆ. 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 ಹಾ, ಸಕ್ಕತ್ತಾಗಿದೆ. ಸಕ್ಕತ್ತಾಗಿದೆ. സക്കത്താಗಿದೆ. അവിടെ tell in Malayalam. സൂപ്പർ അടിപൊളി. സൂപ്പർ ആയിണ്ട്. സൂപ്പർ ആയിണ്ട്. അടിപൊളി. അടിപൊളി ടേസ്റ്റ്. അപ്പൊ ഞങ്ങളിപ്പോ പായസത്തിന്റെ ടൈമാണ്. ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളായിണ്ട്. പക്ഷെ ഇത് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചെടുക്കണം. അതിന്റെ ഉള്ളിക്ക് നമ്മളിങ്ങനെ പപ്പടം പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചേച്ചിക്ക് മലയാളികൾ എങ്ങനെയാ പപ്പടവും പായസം കഴിക്കാന്ന് കാണിച്ചു കൊടുക്കുക. Some people doesn't like to eat like this. Then how do we eat? Only പായസം. പാലടയാണ് പായസം. How's the പായസം? സൂപ്പർ. സൂപ്പർ ആക്കിയത്. സൂപ്പർ ആക്കിയത്. പാലട മിക്സ് വാങ്ങിച്ചു, അതിൽ പാലിക്ക് ആ പാലട മിക്സ് ഒഴിച്ചു, അങ്ങനെ ഉണ്ടാക്കിയ പായസാണ്. My tummy is very happy. പാലട is also good. അപ്പൊ ഗൈസ്, ഞങ്ങള് വയറൊക്കെ നല്ല ഫുള്ളാണ്. ഭയങ്കര ഫുള്ളാണ്. ഭയങ്കര ഫുള്ളാണ്. ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു. Which curry you like the most? ഇഞ്ചിക്കറി. ഇഞ്ചമ്പുളി. 100%. That was my favorite. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കായും പയറാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണസദ്യ അടിപൊളിയായിരുന്നു. കുഞ്ഞൊരാഘോഷമായിരുന്നു, വലുതായിട്ടൊന്നും ഉണ്ടായില്ല. മെയിനായിട്ട് ഈ ഓണസദ്യ ആയിരുന്നു നമ്മുടെ ഹൈലൈറ്റ്. സൂപ്പർ ആയിരുന്നു എല്ലാം. ഞങ്ങള് you enjoyed it, right? No words left. Okay. I only sleep. hangover after eating സദ്യ. അപ്പൊ നിങ്ങള് ഹാപ്പി ആയിട്ട് ഇരിക്കാം. How to say wishes ഓണം? എല്ലാവർക്കും ഓണം ശംസകൾ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ.